വെബ്സൈറ്റിലൂടെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേഡ് പ്രസ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണുക. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ മൈന്യൂട്ടായുള്ള ഒരു എക്സ്പെൻസ് ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോകാം എന്തായാലും. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങളത് ഫുള്ള് ഫോളോ ചെയ്തിട്ട് ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് പോർട്ടലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ജോബ് പോർട്ടൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കും ജോബ് പോർട്ടൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മുഴുവനും ജോബിൻ്റെ പോസ്റ്റിങ്സ് ചെയ്യുന്ന പോലെ ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ GCC കൺട്രീസിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തായാലും. അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, ചെയ്ത് നോക്കുക. ഇന്ന് ഈ ഒരു ഫുൾ വീഡിയോയിൽ ഞാൻ വെബ്സൈറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു തരും. ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നത്, ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് ഫുൾ ഡെവലപ്മെൻറ്റ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ചെയ്ത് തീർക്കും. ഈ ഒരു വീഡിയോയിൽ കൊണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഫുള്ള് കാര്യങ്ങൾ ചെയ്ത് തീർക്കും. അപ്പോൾ അടുത്ത പിന്നീട് ഒരു വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ നമ്മൾ കണ്ടൻസ് ആഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ നിങ്ങൾ എന്തായാലും കണ്ട് ഫുള്ള് ഫോളോ ചെയ്യുക, കാര്യങ്ങളെല്ലാം കണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച്, അതായത് എല്ലാവരും ഒന്നിച്ച് ഒരുപോലെ മുന്നോട്ട് ചെയ്ത് നമ്മളൊരു പാസീവ് ഇൻകം, അതായത് വെബ്സൈറ്റിൽ കൂടെ ഒരു പാസീവ് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊമൈൻ വേണം, അതുപോലെ തന്നെ നമുക്കൊരു ഹോസ്റ്റിംഗ് വേണം. ഇപ്പോൾ ഡൊമൈനും ഹോസ്റ്റിങ്ങും എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു അഡ്രസ്സാണ്. അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്, നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. നമ്മളെ അന്വേഷിച്ച ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിലായിരിക്കും എന്നെ അന്വേഷിച്ച ആൾക്കാർ വരണം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ അന്വേഷിച്ച് ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡ്രസ്സ് വേണം. ആ അഡ്രസ്സാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹോസ്റ്റിംഗ് വേണം. ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പറയുന്നത്, നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് കുറച്ച് ഫയൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എന്താണ്, ലോകത്ത് എമ്പാടുള്ള ആൾക്കാർ ആക്സസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇതിൻ്റെ ഫയൽസ് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് ക്ലൗഡ് സ്റ്റോറേജുകൾ പോലുള്ള സ്റ്റോറേജുകൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനാണ് നമ്മൾ ഹോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹോസ്റ്റിംഗറാണ്. ഹോസ്റ്റിംഗിൻ്റെ വെബ്സൈറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഇതിൽ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റിംഗും ഡൊമൈനും പർച്ചേസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ജോബ് പോർട്ടലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ജോബ് പോർട്ടൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ചെയ്തു, അതിനിടയ്ക്ക് വെച്ച് ഞാൻ ബ്രേക്ക് ആയിപ്പോയി സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. വേഡ് പ്രസ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഞാൻ കാണിച്ചു തരാം. ഒരു ടൂർ പോലെ ഞാൻ എനിക്ക് കാണിച്ചു തരാം ആ വെബ്സൈറ്റ്. അപ്പോൾ ആ വെബ്സൈറ്റ് സെയിം വെബ്സൈറ്റ് നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ വെബ്സൈറ്റ് എല്ലാം നിങ്ങൾക്ക് വേറെ രീതിയിൽ വേറെ തീമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതും ഞാൻ കാണിച്ചു തരാം. നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വെബ്സൈറ്റ് കാണിച്ചു തരാം. ആ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാനത് നേരത്തെ ചെയ്തിരുന്ന വെബ്സൈറ്റാണ്. അതൊരു വൺ ജോബ് എന്നാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റിന് പേര് ഇട്ടിരിക്കുന്നത്. വൺ ജോബ് ഖത്തർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി പോയി, കാരണം ഞാൻ അത് റിന്യൂ ചെയ്തിട്ടുള്ളത്, അത് പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ വൺ ജോബ് ഗൾഫ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വെബ്സൈറ്റിൻ്റെ ഹെഡറാണ് ആ മേളിൽ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 2 ഓപ്ഷൻസ് ആകെ വെച്ചിട്ടുള്ളൂ. ഒത്തിരി ഒന്നും മിനിമലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 ഓപ്ഷൻസ് അവിടെ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഫൈൻ ജോബ്സ്, അതുപോലെ ബ്ലോഗ് മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. പിന്നീട് നമുക്ക് വരുന്നത് ഒരു സ്ലൈഡർ പോലെ ഒരു ഹീറോ ഒരു സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഹീറോ സെക്ഷനിൽ ജസ്റ്റ് നമ്മളൊരു ഒരു സെർച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഓരോ ജോബ്സ് പോസ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ പോസ്റ്റഡ് 16 hours ഒക്കെ. ഞാൻ ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്ത ജോബുകളാണ് ഈ കിടക്കുന്നത്. ഞാൻ റെഗുലറായിട്ട് ജോബ്സ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. റീസെൻ്റായിട്ട് ഞാൻ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ആഡ്സൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഡ്സൻസിന് അപ്രൂവൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ജോബുകൾ കാര്യങ്ങളെല്ലാം. ഇവിടെ താഴേക്ക് പോകുമ്പോഴത്തേക്ക് ജോബ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു പല സെക്ഷൻസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലോഗ് സെക്ഷൻസ് ഉണ്ട്. ഈ ബ്ലോഗൊക്കെ ഞാൻ ആഡ് ചെയ്തതാണ്. അതുപോലെ ജസ്റ്റ് ഒരു എബൌട്ട് ഉണ്ട്, ഒരു സപ്പോർട്ടഡ് ഇമെയിൽ ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ഈ വെബ്സൈറ്റിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫൈൻ ജോബ്സിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പം ഫൈൻ ജോബ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ
ഫുൾ ജോബ് കാര്യങ്ങൾ എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാ ജോബ് കാര്യങ്ങളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലോഗ് പേജ് ഉണ്ട്. നമുക്കൊരു ബ്ലോഗ് പേജിലേക്ക് പോയി നോക്കാം. ബ്ലോഗ് പേജ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് കുറച്ച് കണ്ടൻസിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ChatGPT എന്നാണ്. ChatGPT നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിലേക്ക് ജോബുകൾ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് ജോബുകൾ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത് നമ്മൾക്ക് പറഞ്ഞ പോലെ ഒരു എംപ്ലോയറിനെ പോലത്തെ ഒരു ഡാഷ്ബോർഡ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്പോൾ ഒരു കമ്പനിക്ക് ബിഹാഫായിട്ട് നമ്മൾ ജോബ് കാര്യങ്ങളെല്ലാം ഇതിൽ പോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജോലി നോക്കുക, ഈ ഒരു ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ടെലഗ്രാമിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ നൗ കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ ID കാണിക്കും. ഒന്നെങ്കിൽ ഇവിടെ മെയിൽ ID അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ എന്താ പറയുക ഒരു വെബ്സൈറ്റാണ്, വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അതൊരു എംപ്ലോയർ എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ഏത് കമ്പനിക്ക് വേണ്ടിയാണ് ജോബ് പോസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളാണ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അവർക്ക് എങ്ങനെ ജോബ് അപ്ലൈ ചെയ്യണമെന്നുള്ള ഇത് ഒരു ഫോർമാറ്റ് മാത്രമാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ മെയിൽ ID അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക വെബ്സൈറ്റിൽ പോയിട്ട് ലിങ്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കോ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വെബ്സൈറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യം മാത്രം മതി, വേറെ പുറത്തു വരേണ്ട ആവശ്യമില്ല. അപ്പം ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹോസ്റ്റിംഗറിൽ പോയിട്ട് ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഡൊമൈനും പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഹോസ്റ്റിംഗറാണ്. ഹോസ്റ്റിംഗർ അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് പ്രൈസ് കുറവുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ വീബിൾ എന്ന് പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പോയി നോക്കാം. വീബിളിൽ വരുമ്പോഴത്തേക്ക് 55 രൂപയെ വരുന്നുള്ളൂ പെർ മന്ത് വരുന്നത് ഒരു വെബ് ഹോസ്റ്റിങ്ങിൻ്റെ. ഈ 55 രൂപ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റിംഗറിൽ കാണിക്കുന്ന പോലെ ഇപ്പോൾ 69 രൂപയാണ് ഹോസ്റ്റിംഗറിൽ കോസ്റ്റ് വരുന്നത്. ഒരു അതായത് ഒരു സിംഗിൾ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ് ഈ കാണിക്കുന്നത് 69 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 69 അല്ലെങ്കിൽ 55 എന്നൊക്കെ കാണിക്കുന്നത് നിങ്ങൾ ഒരു വർഷത്തേക്ക് അടുപ്പിച്ച് മേടിക്കുമ്പോഴത്തേക്കുള്ള കോസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഏത് മേടിക്കണം, എങ്ങനെ മേടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രീമിയം ആണ്. ഈ പ്രീമിയം അതായത് 149 പെർ മന്ത് വരുന്ന ഈ പ്രീമിയമാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു എന്താണ് പറയുന്നത് ഒരു ലിങ്ക് ഉണ്ട്, എൻ്റെ ഒരു കോഡുണ്ട്. ആ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തേക്കാം. ആ ലിങ്ക് തൊട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രീമിയം ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20% ഡിസ്കൗണ്ട് കിട്ടും. ആ 20% ഡിസ്കൗണ്ട് ആഡ് ആയി വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സിംഗിൾ അതായത് ഈ ഒരു വെബ്സൈറ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കോസ്റ്റേ വരുന്നുള്ളൂ. അതായത് ഈ രണ്ട് ഹോസ്റ്റിങ്ങിനും നിങ്ങൾക്ക് സെയിം കോസ്റ്റേ വരുള്ളൂ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയണേ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് സിംഗിൾ പ്ലാൻ ആയതുകൊണ്ട് അതിലില്ല, നമുക്കൊരു ഡൊമൈൻ അവൈലബിലിറ്റി ഇല്ല. പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ ഡൊമൈൻ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പോൾ താഴെ കൊടുത്തേക്കുന്ന ലിങ്ക് ത്രൂ കയറിയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കോസ്റ്റ് ആവുന്നുണ്ട് എക്സ്ട്രാ. അപ്പോൾ ഈ ഫസ്റ്റ് പ്ലാനായിട്ട് ഈ 69 പ്ലാൻ മേടിക്കും നിങ്ങളൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഡൊമൈൻ്റെ കാശും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് ഇവിടെ എന്താണ് ഹോസ്റ്റിങ്ങിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എനിക്കിപ്പോൾ ഒരു മാസത്തേക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും എമൗണ്ട് കുറവുള്ള സംഭവമാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ലോഗിൻ ചെയ്യാം. ഓൾറെഡി എനിക്കിതിൽ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോസ്റ്റിംഗറിൽ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ട് എൻ്റെ ഡാഷ്ബോർഡിൽ എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ വെബ്സൈറ്റുകളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൾറെഡി കാണിച്ച വൺ ജോബ് ഗൾഫ് എന്ന് പറയുന്ന ആ വെബ്സൈറ്റ്, ആ ഡൊമൈൻ കാര്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെയാണ്. ഈ ഒരു ഹോസ്റ്റിംഗറിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു VPS ആണ്. അതൊരു വെർച്വൽ പ്രൈവറ്റ് സെർവറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഷെയർഡ് ഹോസ്റ്റിംഗ് അല്ല യൂസ് ചെയ്യുന്നത്, ഒരു VPS ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ഷെയർഡ് ഹോസ്റ്റിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമ്മളിവിടെ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകണം. ഹോസ്റ്റിംഗ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡൊമൈൻ പോയി പർച്ചേസ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പോൾ രജിസ്റ്റർ ഡൊമൈൻ എടുക്കുക. ഇവിടെ ഓപ്ഷൻ ഉണ്ട് രജിസ്റ്റർ ഡൊമൈൻ. അപ്പം നമ്മളിവിടെ ഗെറ്റ് നൗ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഡൊമൈൻ ജസ്റ്റ് ലൈക്ക് ഞാൻ എന്താ പറയുക jobsingulf.com സെർച്ച് ചെയ്യുന്നു, കിട്ടില്ല. ഓൾറെഡി ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിഷ്ടമുള്ള ഓപ്ഷൻസ് എടുക്കാം. jobsingulf.in ഉണ്ട്. അത് നമ്മളിപ്പോൾ എടുത്തിട്ട് കാര്യമില്ല. കാര്യം ഇന്നൊക്കെ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലുള്ളത് മാത്രമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഇന്ത്യയിലുള്ളൊരു വെബ്സൈറ്റിനാണ് .in ഒക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഇപ്പം jobsingulf XYZ ഉണ്ട്, അത് ഞാൻ എടുക്കാം. അത് ജസ്റ്റ് കുഴപ്പമില്ല, ജസ്റ്റ് എനിക്കൊരു മാസത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ നമ്മൾ ബൈ കൊടുക്കണം. നമ്മൾ ഒരു വർഷത്തേക്കാണ് മേടിക്കാൻ പോകുന്നത്. ഒരു വർഷത്തേക്ക് ഇപ്പോൾ എത്ര ടാക്സ് ഉൾപ്പെടെ വരുമ്പോഴത്തേക്കും ഏകദേശം
228 രൂപ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും വേറൊരു പേയ്മെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് ഞാൻ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡൊമൈൻ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു എന്താ പറയണേ, ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇത്. ജസ്റ്റ് നമ്മൾ ഫിനിഷ് രജിസ്ട്രേഷൻ കൊടുക്കണം. അപ്പോൾ ഡൊമൈൻ നമ്മുടെ പേരിൽ രജിസ്റ്റർ ആവുകയാണ് ചെയ്യുന്നത്. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പാർട്ടാണ്. ശരിക്കും നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ മെയിൻ പാർട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ വീഡിയോയിൽ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡൊമൈൻ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റുമായിട്ട് എപ്പോഴും ലൈക്ക് സിമിലർ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ jobsinGulf.xyz എന്ന് എടുത്തതിൻ്റെ മെയിൻ റീസൺ അതാണ്. ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സെലക്ട് ചെയ്യാം. കാര്യം ഡൊമൈൻ കാണുമ്പോഴേ എന്താണ് വെബ്സൈറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ ഡൊമൈൻ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡൊമൈനാണ് ഇത്. നമ്മുടെ ഡൊമൈൻ്റെ ഡാഷ്ബോർഡാണ്. ലൈക്ക് ഡൊമൈൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ. കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. DNS കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നെയിം സെർവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നെയും പറയാം. നമുക്ക് എന്തായാലും ഇനി അടുത്തതായിട്ട് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാം. അതുപോലെ നമ്മളിപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ പോകുന്നു, ഹോസ്റ്റിംഗ് എടുക്കണോ, വെബ് ഹോസ്റ്റിംഗ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെബ് ഹോസ്റ്റിംഗ് സെലക്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഈ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് ആണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഇത് ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും 12 മാസത്തെ ഒരു പാക്കേജ് ഇതിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2251 രൂപ ആകുന്നുണ്ട് ഈ ഒരു വെബ്സൈറ്റ്, ഈ ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതല്ലാതെ നമ്മൾക്ക് ഈ ഒരു പാക്കേജ് പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 12 മാസത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ചിലവ് വരുന്നത് 3100 രൂപയാണ്. ഇതിൽ ഒരു 20% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതായത് ആ സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് രണ്ടും സെയിം എമൗണ്ടിൽ വിത്ത് ഡൊമൈന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇതൊരു 2100 രൂപ സംതിങ്ങിനകത്ത് ഈ ഒരു ഹോസ്റ്റിംഗ് നിങ്ങൾക്ക് വിത്ത് ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ നേരെ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഒരു മാസത്തേക്ക് മതി. അതുകൊണ്ട് ഞാൻ ഇതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 മന്ത് കൊടുക്കുന്നു. അപ്പം 399 രൂപ വരുന്നുണ്ട്. ഏകദേശം 400 രൂപ 500 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഡൊമൈൻ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ വെബ്സൈറ്റ് ആർക്ക് വേണ്ടിയാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ മൈസെൽഫ് കൊടുക്കുകയാണ്, നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജസ്റ്റ് ക്രിയേറ്റ് വെബ്സൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഹോസ്റ്റിങ്ങിൻ്റെ ഒരു വെബ്സൈറ്റ് ബിൽഡർ ഉണ്ട്, അത് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ അത് നമുക്ക് ആവശ്യമില്ല. കാര്യം അത് നമുക്ക് അത്ര പ്രയോജനമില്ല. അപ്പോൾ നമ്മളിവിടെ വേർഡ്പ്രസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേർഡ്പ്രസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അഡ്മിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഒരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തീംസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഡിഫോൾട്ട് തീം തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു. റിക്വയർഡ് പ്ലഗിൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ പ്ലഗിൻസ് ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പം പ്ലഗിൻസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഡൊമൈൻ ചോദിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഡൊമൈൻ സെലക്ട് ചെയ്യാൻ പോകണം. ഇവിടെ jobsinGulf.xyz ആണ് നമ്മുടെ ഡൊമൈന്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ഈ ഒരു ഹോസ്റ്റിങ്ങിലേക്ക് ലിങ്ക് ചെയ്യാൻ പോകുന്ന ഒരു ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നുണ്ട് വെയർ ഈസ് യുവർ ടാർഗറ്റഡ് ഓഡിയൻസ് ലൊക്കേറ്റഡ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സെർവറിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കാൻ വേണ്ടിയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞിടത്തോളം ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ തന്നെ ചൂസ് ചെയ്യുന്നതാണ്. ഇന്ത്യയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ ചൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ എന്താണ് പറഞ്ഞാൽ ഹോസ്റ്റിങ്ങിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ജസ്റ്റ് കുറച്ച് സമയം എടുക്കും, ലൈക്ക് ഒരു മേ ബി ഒരു 2-3 മിനിറ്റ്സ് എടുക്കുന്നുണ്ടാവും. അതിനുള്ളിൽ നമ്മുടെ ഹോസ്റ്റിങ്ങിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഡൊമൈൻ ലിങ്ക് ആവും. എല്ലാ കാര്യങ്ങളും ഇതിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അങ്ങനെ നമ്മുടെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മുടെ ഹോസ്റ്റിംഗ്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് മാനേജ് കൊടുക്കാം. മാനേജ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇവിടെ ഓൾറെഡി നമ്മുടെ ഡൊമൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. jobsinGulf.xyz ഡൊമൈൻ നമുക്ക് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡൊമൈൻ സംബന്ധമായിട്ടുള്ളതും ഹോസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്പ്രസിൻ്റെ അഡ്മിൻ പാനലിലേക്ക് പോവുകയാണ്. അപ്പോൾ വേർഡ്പ്രസിൻ്റെ അഡ്മിൻ പാനലിൽ പോകാനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വേർഡ്പ്രസിൻ്റെ അഡ്മിൻ പാനലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് നമുക്ക് ലോഗിൻ ആയിട്ട് റീഡയറക്റ്റ് ആവുന്നതാണ്.
അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഇനി നമുക്ക് ബാക്കി പരിപാടികൾ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ലോഗിൻ ആവുകയാണ്. ഇപ്പോൾ ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വേഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ കാര്യങ്ങളെല്ലാം ഓൾറെഡി സെറ്റാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. വേഡ്പ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു ബാക്കെൻഡ് നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെബ്സൈറ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് വെബ്സൈറ്റിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ തീം, വെബ്സൈറ്റിൻ്റെ തീം കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ തീം കാര്യങ്ങൾ ഇതൊക്കെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇവിടെ നമ്മൾ തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹോസ്റ്റിംഗറിൻ്റെ ഒരു പ്ലഗിനൊക്കെ ഇവിടെ ഉണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുകയാണ്. അപ്പം സെറ്റിങ്സിലേക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് നമുക്ക് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ വെബ്സൈറ്റിൻ്റെ പേര് കൊടുക്കുകയാണ്. ജോബ്സ് ഇൻ ഗൾഫ് എന്ന് കൊടുക്കാൻ പോവുകയാണ്. ഗൾഫ് എന്ന് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ടാഗ് ലൈൻ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നമ്മളിപ്പോൾ കൊടുക്കുകയാണ് വേക്കൻസീസ് ഇൻ ഗൾഫ് എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് സൈറ്റിന് ഐക്കൺ ആഡ് ചെയ്യണമെങ്കിൽ ഐക്കൺ ആഡ് ചെയ്യാം, കാര്യങ്ങളെല്ലാം ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. നമ്മളിവിടെ സേവ് ചെയ്യുന്നു. അപ്പം അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് പെർമാലിങ്ക്സ് എന്നൊരു സംഭവമുണ്ട്. ഇവിടത്തേക്ക് നമ്മൾ പോകാൻ. ഇവിടെ പോയിട്ട് നമ്മളിവിടെ ഓൾറെഡി ഇവിടെ പോസ്റ്റ് നെയിമാണ്. നിങ്ങൾക്കിത് പോസ്റ്റ് നെയിം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പോസ്റ്റ് നെയിം ആക്കിയിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി പോസ്റ്റ് നെയിം ആയതുകൊണ്ട് ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല ഓൾറെഡി. അപ്പോൾ പിന്നീട് നമ്മളിവിടെ പോകുന്നു, പ്ലഗിൻസിൻ്റെ അടുത്തേക്ക് പോകുന്നു. പ്ലഗിൻസിൽ പോയിട്ട് നമുക്കിവിടെ കുറച്ച് പ്ലഗിൻസ് ആവശ്യമില്ലാത്തതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഹോസ്റ്റിംഗ് ടൂൾസ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഹോസ്റ്റിംഗ് ഈസി ബോർഡിങ് അതും നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം നമുക്ക്. ഓക്കെ, നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അപ്പിയറൻസിൽ പോകണു. നമ്മൾ തീംസ് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കിവിടെ ഒരു തീം ആഡ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ നമ്മളിവിടെ തീം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തീംസിൽ പോയിട്ട് അപ്പിയറൻസിൽ പോയിട്ട് തീംസിൽ വരുന്നു. എന്നിട്ട് നമ്മളിവിടെ ഒരു ആഡ് തീം കൊടുക്കുന്നു. ആഡ് തീം കൊടുത്തിട്ട് നമ്മളിവിടെ സെർച്ച് ഉണ്ട്. സെർച്ചിൽ പോയിട്ട് നമ്മളിവിടെ ജോബ് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ജോബ് എന്ന് മാത്രം സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറേ തീംസ് അവൈലബിൾ ആണ്. അതായത് ജോബ് ബോർഡിൻ്റെയും അതുപോലെ തന്നെ റെസ്യൂമിനെയും ബേസ് ചെയ്തിട്ടുള്ള കുറേ തീമുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏത് തീം വേണം. അതിൽ കുറച്ച് തീംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇപ്പം ഇതൊക്കെ നമുക്ക് ഏതൊക്കെ തീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുറേ തീംസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു തീം ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന തീം ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ തീം. ഈ തീം ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഈ തീം ഞാൻ ജസ്റ്റ് തീമിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കോൺഫിഗറേഷൻ ചെയ്തിട്ട് ചേഞ്ച് ആക്കിയതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഈ തീമാണ് നമുക്ക് വേണ്ടത്. ജോബ് ലുക്ക് എന്നാണ് ഈ തീമിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ തീം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ഇപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ തീം കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ആവും. തീം ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മളോട് ചോദിക്കും കുറച്ച് പ്ലഗിൻസൊക്കെ, ഈ തീം വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്ലഗിൻസൊക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ തീം ഓൾറെഡി ഇൻസ്റ്റാൾ ആയി. അപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് കൊടുക്കുകയാണ്. ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ ജസ്റ്റ് നോക്കാം നമ്മുടെ തീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ജോബ്സ് ഇൻ ഗൾഫ്. ഇപ്പോൾ ഇത് ആ തീം ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളൊരു ലുക്കാണിത്. ശരിക്കും പറഞ്ഞാൽ ഒന്നും വന്നിട്ടില്ല. നമുക്കത് മാറ്റണം. ഇപ്പോൾ നമുക്കിവിടെ പോയി തിരിച്ച് നമുക്ക് ഇതിലേക്ക് തന്നെ പോകാം. പോയിട്ട് നമുക്കിവിടെ കുറച്ച് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബിഗിൻ ഇൻസ്റ്റാൾ പ്ലഗിൻസ് കൊടുക്കണു. സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്ലഗിൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലഗിൻസ് ഫുള്ള് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ആക്ടിവേറ്റ് ചെയ്യാൻ പോകണം. ആക്ടിവേറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പ്ലഗിൻസും ആക്ടിവേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലഗിൻസ് എല്ലാം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ജസ്റ്റ് ഡാഷ്ബോർഡിൽ പോയി നോക്കാം. ഇപ്പോൾ ഡാഷ്ബോർഡിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഡാഷ്ബോർഡ്. ഇത് ജസ്റ്റ് എലമെൻറ്ററിൻ്റെ ഒരു ഇത് കാണിക്കുകയാണ്. എലമെൻറ്ററിൻ്റെ ഒരു പേജ് ബിൽഡറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം. നമുക്കത് ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിവിടെ സ്ക്രീനിങ് ഓപ്ഷൻസ് ഉണ്ട് സംഭവമുണ്ട് ഡാഷ്ബോർഡിൽ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ഡിസേബിൾ ചെയ്ത് കളയും. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്ത് കളയാണ്. അതിന് ശേഷം അവിടെ കുറച്ച് ജസ്റ്റ് ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് നമ്മൾ കളയാണ്. ജസ്റ്റ് സ്കിപ്പ് സെറ്റപ്പ് കൊടുക്കണം. അതെല്ലാം നമ്മൾ കളയണം. അതൊന്നും നമുക്ക് ആവശ്യമില്ല ശരിക്കും. അപ്പോൾ ഇതിന് ശേഷം നമ്മളിനി ജസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവിച്ചോ, വെബ്സൈറ്റിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത് നമുക്ക് നോക്കാം. വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. വെബ്സൈറ്റിലൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു മാറ്റവും ഇല്ല. അപ്പം നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പിയറൻസിൽ പോയിട്ട് നമ്മൾ അപ്പിയറൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മുടെ ഡെമോ ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് വെബ്സൈറ്റിലേക്കുള്ള ഫുള്ള് ഡീറ്റെയിൽസ്, അതായത് ആ പറഞ്ഞ പോലെ ഫുള്ള് ഡിസൈൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ജോബ് ലുക്ക് എന്ന് പറഞ്ഞ തീമാണ് ജസ്റ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എടുക്കണം. എന്തായാലും നമ്മൾ ഇമ്പോർട്ട് ഡെമോ ഡേറ്റ എന്ന് പറഞ്ഞ ഡെമോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അത് നമ്മൾ കൊടുക്കുകയാണ്. അത് കൊടുത്തിട്ട് വേറൊരു പേജിലേക്ക് പോകും. അവിടെ നമ്മൾ കണ്ടിന്യൂ ആൻഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു എന്താ പറയുക 2 മിനിറ്റത്തൊക്കെ എടുക്കും. 2 മിനിറ്റ് എടുക്കും ഇതൊന്ന് ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടായി വരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത് ഇമ്പോർട്ട് ആയതിന് ശേഷം നമ്മുടെ നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം ചേഞ്ച് ആവും. ഇതെല്ലാം ഓൾറെഡി നമ്മൾക്ക് പറഞ്ഞ പോലെ വേഡ് പ്രസ്സിൽ ആ തീം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാർ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങളൊന്നും വരുത്താനായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഈ തീമിൽ ഈ പറഞ്ഞ പോലെ ഡെമോ ഫുൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെബ്സൈറ്റ് എങ്ങനെയാണുള്ളതെന്ന് ജസ്റ്റ് നോക്കാവേ. അപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് പോയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഫുള്ള് ലുക്ക് ഇപ്പോൾ ചേഞ്ച് ആകുന്നതാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ വെബ്സൈറ്റ് ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ പേജസ് എല്ലാം ആഡ് ആയിട്ടുണ്ട്. പ്ലസ് നമ്മളിത് ഇപ്പോൾ നോക്കിക്കേ ഫുൾ കാര്യങ്ങളുണ്ട്. ആ ഒരു സെർച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റാനായിട്ടുള്ളൂ. തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിട്ട് നമ്മളിവിടെ അതായത് നമ്മുടെ തീം കസ്റ്റമൈസ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻസ് എടുക്കാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ജോബ്സ് ഇൻ ഗൾഫ് എന്ന് എഴുതിയിരിക്കുന്ന അവിടെ ഒരു പെൻ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ആ ഡിസേബിൾ ചെയ്യുക, അതായത് ടൈറ്റിലും കാര്യങ്ങളും ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലോഗോ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ലോഗോ ഓൾറെഡി നേരത്തെ യൂസ് ചെയ്തിരുന്ന ആ ലോഗോ തന്നെ എടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പോകണം. അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിപ്പ് ക്രോപ്പിംഗ് അവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ സ്കിപ്പ് ക്രോപ്പിംഗ് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ഫേവ് ഐക്കൺ, അതായത് നമ്മുടെ സൈറ്റിൻ്റെ ഐക്കൺ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അത് കൊടുത്തിട്ട് അതിന് ഞാനൊരു സ്ക്വയർ ടൈപ്പ് ഇമേജ് വേണം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പം അത് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് അതും സെലക്ട് ചെയ്യുകയാണ്. അതിന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, സ്കിപ്പ് ക്രോപ്പിംഗ് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്രോപ്പ് ചെയ്യുന്നില്ല, സ്കിപ്പ് ക്രോപ്പിംഗ് കൊടുക്കുന്നു. എന്നിട്ട് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ നമുക്ക് സൈറ്റിൽ വേറെ എന്ത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ ഈ കസ്റ്റമൈസിൻ്റെ ഓപ്ഷനിൽ കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ തീം ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ ലിങ്ക്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹെഡറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഹെഡറിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളതൊരു സെൻറ്റേഡ് ലേഔട്ടിലാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടം മെനു ലേഔട്ട് ആക്കാം. ഇതാണ് ബോട്ടം മെനു ലേഔട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡാർക്ക് ഹെഡർ വേണമെന്നുണ്ടെങ്കിൽ ആക്കാം. നമ്മുടെ ഫുൾ വിഡ്ത്ത് ആക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് സൈറ്റെല്ലാം കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഒരു വേഡ് പ്രസ് എന്നൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കെല്ലാം കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ നേരെ ബാക്കിലേക്ക് പോകുന്നു. അതുപോലെ ഫൂട്ടർ ഓപ്ഷൻ ഉണ്ട്. ഫൂട്ടർ നമുക്കിവിടെ നോക്കാം. ഏറ്റവും താഴെ ഇതാണ് നമ്മുടെ ഫൂട്ടർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇവിടെ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൂട്ടർ ഇപ്പോൾ അവിടെ നിന്ന് പോകും. അപ്പോൾ നമ്മൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഒന്ന് അൺടിക്ക് ചെയ്താൽ മതി, അതങ്ങ് പൊക്കോളും. അതുപോലെ അവിടെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ സൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഹെഡർ ഇമേജസ് കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. അതുപോലെ മെനു, നമ്മളിപ്പോൾ മേളത്തെ മെനു ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മെനുവിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. അതേ മെനു ഞാൻ ചേഞ്ച് ചെയ്യുന്നത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പം അതുപോലെ തന്നെ ഫൂട്ടർ മെനു ഉണ്ട്. ഫൂട്ടറിൻ്റെ മെനു കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മളിത് ഡാഷ്ബോർഡിൽ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇപ്പോൾ സൈറ്റ് ജസ്റ്റ് നമ്മൾ സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ വിഡ്ജസ് ഇത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഫൂട്ടറിലെ ഡീറ്റെയിൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഫൂട്ടറിൽ നമ്മളിപ്പോൾ അവിടെ കൊടുത്തേക്കുന്ന കമ്പനിയുടെ അബൌട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് നോർമലി നമ്മൾ എന്താ പറയുക മൈക്രോസോഫ്റ്റ് വേർഡ് ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ സെക്കൻഡ്, അതായത് നടുക്കത്തൊരു മെനു ഉണ്ട്. അത് മെനു നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റത്തെ നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു മെനു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അടുത്ത ഡാഷ്ബോർഡിലേക്ക് വരികയാണ്. അപ്പോൾ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ജസ്റ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ് പ്ലഗിൻസിൽ പോയിട്ട് മെനു ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു മെനു ഉണ്ട്. അപ്പോൾ ആ മെനു നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളിവിടുന്ന് മെനു സെലക്ട് ചെയ്യും. രണ്ട് മെനു ഉണ്ട്. നമുക്കൊരു പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ ഫൂട്ടർ ലിങ്ക്സ് ഉണ്ട്. നമ്മൾ പ്രൈമറി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറച്ച് മെനു ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് എന്താ പറഞ്ഞാൽ ഒന്നും ലിങ്ക് ചെയ്തിട്ടില്ലാത്ത മെനുക്കളാണ്. നമുക്കത് മാറ്റിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം നമുക്ക്. അപ്പം ഇപ്പോൾ അത് പ്രൈമറി മെനു ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇല്ല ഇപ്പോൾ കാൻഡിഡേറ്റ്സിനെ നമ്മൾ അത് റിമൂവ് ചെയ്യാം. കാര്യം കാൻഡിഡേറ്റ്സിനൊന്നും ലിങ്ക് ഒന്നും ഇല്ല, ഒന്നിലേക്കും പോകണില്ല, ചുമ്മാ കൊടുത്തേക്കുന്നതാണ് അവിടെ. അപ്പോൾ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം നമ്മളിവിടെ എന്താ പറയുക ഫൈൻഡ് ജോബ്സും സബ്മിറ്റ് ജോബും അതുപോലെ തന്നെ നമ്മൾ ജോബ് ഡാഷ്ബോർഡ് ഈ 3 ഓപ്ഷൻസ് മാത്രമേ വെക്കുന്നുള്ളൂ.
ഹോം ഉൾപ്പെടെ എല്ലാം ബാക്കിയെല്ലാം റിമൂവ് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇതെല്ലാം 3 സെറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് കൊടുക്കുകയാണ്. സേവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് വെബ്സൈറ്റിലോട്ട് പോയിട്ട് നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, റിഫ്രഷ് ആയി. ഇപ്പോൾ കണ്ടോ, നമ്മൾ 3 കൊടുത്തു. 3 ഓപ്ഷൻസ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ഇവിടെ സബ്മിറ്റ് ജോബ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോബ് സബ്മിറ്റ് ചെയ്യുന്നൊരു പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ജോബ്സ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോബ് ഡാഷ്ബോർഡ് ഉണ്ട്. ജോബ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ജോബ്സാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫൈൻ ജോബ്സ് ഉണ്ട്. അത് ഫൈൻ ജോബ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജോബ് സീക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ജോബ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ജോബ്സ് എല്ലാം എക്സ്പയർ ആയി കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കാണിക്കുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് നമുക്കിപ്പോൾ ആ പറഞ്ഞ ഇമേജ്, ഇപ്പോൾ നമ്മുടെ ഹെഡറിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് വിത്ത് എലമെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മളൊരു വേറൊരു പേജിലേക്ക് പോകും. അത് എലമെൻ്റ് എന്ന് പറഞ്ഞൊരു പേജ് ബിൽഡറാണ്. ആ ഒരു പേജ് ബിൽഡറിൻ്റെ ഇതിലേക്ക് പോകും. അതിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കാര്യങ്ങൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എലമെൻറ്ററിൻ്റെ ഒരു പേജ്. അതായത് നമ്മളൊരു പേജ് ബിൽഡറാണ് എലമെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് നോക്കുക. ഇവിടെ ഇപ്പം നമുക്ക് A to Z ഡീറ്റെയിൽസ്, അതായത് സൈറ്റിൻ്റെ ഡിസൈൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കുക, നമ്മളിവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കുക. ഇവിടെ കുറച്ച് സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ കുറേ സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഹീറോ സെക്ഷനാണ് നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ഒരു ഇമേജ് ഉള്ളതിന് ഹീറോ സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറേ കണ്ടെയ്നേഴ്സാണ് ഉള്ളത്. അതായത് ഓരോരോ സെക്ഷൻസ് ആണ് കേട്ടോ. ഓരോ സെക്ഷൻസ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ ഇപ്പോൾ ഇവിടെ ഹീറോ സെക്ഷൻ നമ്മളിപ്പോൾ എന്താ പറയുക, ഇമേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ പോയി ഇമേജ് ചൂസ് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യും. അതുപോലെ നമ്മളിവിടെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഈസിയാണ്, ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇവിടെ സെർച്ച് ബാറിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ജോബിൻ്റെ ആ ഒരു ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. മറ്റേ ഇവിടെ നമ്മൾ ജോബ്സിൻ്റെ ആ ഒരു ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് ഡീഫോൾട്ടായിട്ട് വരുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് അതുപോലെ ചേഞ്ച് ചെയ്യാം. അതുപോലെ നമുക്ക് താഴെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ ഇമേജസ് ചേഞ്ച് ചെയ്യാം. ഫുൾ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാം. ഇവിടെ ബട്ടൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അത് ബട്ടൻ്റെ ലിങ്ക് വേണം കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഏതെങ്കിലും പേജസിലേക്ക് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചാൽ ജസ്റ്റ് നമ്മൾ ജോബ്സ് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ജോബ് ഡാഷ്ബോർഡ്, അത് ഓൾറെഡി നമ്മുടെ പേജാണ്, അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ലിങ്ക് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോഗ് പോസ്റ്റുകൾ ഉള്ള സ്ഥലമുണ്ട്, അതായത് കാണിക്കുന്നൊരു പ്ലേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഇല്ലാതെ ഇനി ഇതിൽ കൂടുതൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇതിനകത്ത് വെബ്സൈറ്റിൽ ഇല്ല. അപ്പം നമുക്കിനി ഇത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മളിത് ഫുള്ള് ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്, ഫുൾ വെബ്സൈറ്റാണിത്. അപ്പോൾ ഇത് ഓൾറെഡി ഫുൾ സെറ്റാണ്. നമുക്കിപ്പോൾ ഇനി കുറച്ച് ഇമേജ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് കസ്റ്റമൈസേഷൻ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മളിതിൽ കാറ്റഗറീസ്, അത് ജോബിൻ്റെ കാറ്റഗറീസ് ആഡ് ചെയ്യും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യും. ജോബ്സ് ആഡ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട്. പിന്നെ നമ്മൾ നമ്മുടെ ബ്ലോഗ് ആഡ് ചെയ്യും. ഇതെല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.